ഞാൻ ജീവനെ സ്നേഹിക്കുന്നു. അതിനാൽ ഒരു ലഹരി വസ്തുവും ഞാൻ ഉപയോഗിക്കുകയില്ല. എൻ്റെ സ്വപ്നങ്ങളെ തകർക്കാൻ ലഹരിയെ ഞാൻ അനുവദിക്കുകയില്ല. ലഹരി ഉപയോഗിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ വേണ്ട എന്ന് ഉറച്ചു പറയാൻ എനിക്ക് ധൈര്യമുണ്ടാകും. എൻ്റെ കൂട്ടുകാരൻ വഴിതെറ്റുന്നത് കണ്ടാൽ ഭയമില്ലാതെ അധ്യാപകരോട് പറയാൻ ഞാൻ മടിക്കില്ല. മാതാപിതാക്കളുടെ കണ്ണുനീരിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. പഠനവും കലയും കായികവും സൗഹൃദവുമാണ് എൻ്റെ യഥാർത്ഥ ലഹരി. എൻ്റെ സ്കൂളിലും നാട്ടിലും ഞാൻ ജാഗ്രത പാലിക്കും. ലഹരി വിമുക്ത കേരളത്തിനായി, ലഹരി വിമുക്ത ഭാരതത്തിനായി ഞാൻ ഇന്നു മുതൽ സജീവമായി പ്രവർത്തിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. അഭിവന്ദ്യനും ആരാധ്യനുമായ റൈറ്റ് റവറൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവേ, പ്രിയപ്പെട്ട റവറൻ ഫാദർ ബിനു തോമസ് തുപ്പാശ്ശേരി, കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമിതിയുടെ കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ്റെയും നേതൃത്വത്തിലുള്ള മയക്കുമരുന്ന് ലഹരി പ്രതിരോധ ക്യാമ്പയിൻ തുഫാനോടൊപ്പം എൻ്റെ വിദ്യാലയം എന്ന ഈ പരിപാടിയിൽ വിമല ഹൃദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ പങ്കെടുക്കുന്നു. വിമല ഹൃദയ ഗേൾസ് ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള് ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലമായി കൊല്ലത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തി വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. കൊല്ലം രൂപതയുടെ നേതൃത്വത്തിൽ അഭിമാനകരമായ വിദ്യാഭ്യാസ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു മഹാവിദ്യാലയമാണിത്. ഈ വിദ്യാലയത്തിൽ വന്ന് തുഫാനോടൊപ്പം എൻ്റെ വിദ്യാലയം എന്ന പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് തികച്ചും സൗഭാഗ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് ഓപ്പറേഷൻ തുഫാൻ. ഒരു മഹായജ്ഞമാണ് കേരള ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നത്. കേരളം ലഹരിയിൽ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് രാസലഹരിയിൽ നമ്മുടെ കുട്ടികൾ മുങ്ങിത്താഴുന്ന ഗുരുതരമായ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള ഗവൺമെൻറ് ആഭ്യന്തരം, വിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നീ വകുപ്പുകളെ ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചത്. ഓപ്പറേഷൻ തുഫാൻ എൻ്റെ ലക്ഷ്യം കേരളത്തിലെ ചെറുപ്പക്കാരെ തകർക്കുന്ന, അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന ലഹരിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നില്ലേ, 5600-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു, 4500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു, 30 കോടിയിലധികം, ഇപ്പം നിന്ന് 40ആയി, 40 കോടിയിലധികം രൂപ വില പിടിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ് പോലീസ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര ഭീകരമാണ്
നമ്മുടെ നാട്ടിൽ ഈ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം, കോളേജിലും സ്കൂളുകളും പഠിക്കുന്ന കുട്ടികളെ ഇതിലേക്ക് മനഃപൂർവമായി കൊണ്ടുചെന്നെത്തിക്കാൻ ലഹരി മാഫിയ ശ്രമിക്കുകയാണ്. ഞങ്ങൾ കേരള പോലീസ് കാസർഗോഡ് ഒരു കമ്പനി റെയ്ഡ് ചെയ്തു. ആ കമ്പനിയുടെ പേര് വെളിയിൽ വെച്ചിരിക്കുന്ന ബോർഡ് ക്ലീൻ കമ്പനി എന്നാണ്. അകത്ത് പോലീസ് തന്നെ പരിശോധിച്ചപ്പോഴാണ് കണ്ടത് ലക്ഷക്കണക്കിന് മയക്കുമരുന്ന് മിഠായികൾ അവിടെ നിർമ്മിക്കുകയാണ്. 65 ലക്ഷം രൂപ വില വരുന്ന ഒരു മെഷീനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അവിടെ ഉണ്ടാക്കുന്ന മിഠായിയുടെ പേര് കൂൾ ലിപ്സ് എന്നാണ്. കൂൾ ലിപ്സ് വായിക്കകത്ത് വെച്ചാൽ നല്ല തണുപ്പ് കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ ലഹരി ഉണ്ടാകും, പിന്നീട് ക്രമാനുഗതമായി കുട്ടി ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ലക്ഷക്കണക്കിന് രൂപയുടെ മിഠായിയാണ് അവിടുന്ന് പിടിച്ചെടുത്തത്. കേരളം മുഴുവൻ പുതിയ തലമുറയെ ലഹരിയിലേക്ക് ആകർഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഹൈബ്രിഡ് കഞ്ചാവുകൾ, രാസലഹരികൾ കേരളത്തിൽ വ്യാപകമാക്കാനും അത് നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുത്തവരെ ലഹരിയിലേക്ക് എത്തിക്കാനുമുള്ള ബോധപൂർവമായ നീക്കം നടത്തുകയാണ്. ഞാൻ ഈ വിദ്യാലയത്തിൽ വെച്ച് പറയുന്നു, അങ്ങനെ ലഹരി വിൽക്കുകയോ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കൈകളിൽ വിലങ്ങ് വീഴുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം നിയമലംഘനമാണ്. നിരോധിതമായ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് പോലെയുള്ള കഞ്ചാവുകൾ വിൽക്കുന്നു. ആകാശത്തൂടെയും കരയിലൂടെയും കടലിലൂടെയും ഈ മയക്കുമരുന്ന് സാധനങ്ങൾ കേരളത്തിലെ യുവതലമുറയിലേക്ക് എത്തുന്നു എന്നത് കണ്ടുകൊണ്ടാണ് എന്ത് വില കൊടുത്തും ഇതിനെ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇതൊരു മഹാദൗത്യമാണ്. നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണ് ഈ മയക്കുമരുന്ന് മാഫിയ. അവരിപ്പോൾ പതുങ്ങിയിരിക്കുകയാണ്, പത്തി താർത്തിരിക്കുകയാണ്. അവർ പലരോടും പറയുന്നത് ഒരു ഗവൺമെന്റ് വന്നാലേ ആദ്യത്തെ ആരംഭശൂരത്വമാണ്, പിന്നെ നിന്നോടും. ഒരിക്കലും ഉണ്ടാവില്ല. കേരള പോലീസ് ഇപ്പം തന്നെ, ഞാൻ ആഭ്യന്തരമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ കേരള പോലീസിൽ നർക്കോട്ടിക് സെല്ലും നർക്കോട്ടിക് DYSPയും CIയും ഒക്കെ ഉള്ളതാണ്. പക്ഷെ അവരെ ഒന്ന് പ്രവർത്തിക്കാൻ അവരെ കാര്യമായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുകയാണ്. കേരള പോലീസ് ഒരു പ്രത്യേക സംവിധാനം ഇതിനു വേണ്ടി ഉണ്ടാക്കും. മറ്റ് പോലീസ് ജോലികൾ നടക്കുന്നതോടൊപ്പം കേരളത്തിലെ 20 ജില്ലകളാണ് പോലീസിനുള്ളത്. 20 പോലീസ് ജില്ലകളാണ്. ആ 20 പോലീസ് ജില്ലകളിലും പ്രത്യേക സംവിധാനം ഉണ്ടാകും. സംസ്ഥാന തലത്തിൽ ഒരു IG പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. അദ്ദേഹമാണ് നോഡൽ ഓഫീസർ. കേരളത്തിൽ താഴെ പോലീസ് സ്റ്റേഷൻ വരെ ഇതിനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാകും. ഈ മയക്കുമരുന്നിന്റെ വേരറക്കുന്നത് വരെ ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഇപ്പം പുതിയ രീതി കണ്ടെത്തുകയാണ് ഇവർ. ആംബുലൻസിലൂടെ ഇപ്പം നമ്മൾ കേട്ടില്ലേ ഒരു ശബ്ദം, ആംബുലൻസ്. നമ്മളെല്ലാം വഴിമാറി കൊടുക്കും. നമ്മൾ വിചാരിക്കും രോഗി പോവാണ്. ചില ആളുകൾക്ക് ചില ആംബുലൻസ് ഡ്രൈവർമാർ രോഗിയില്ലെങ്കിലും ബ്യൂകളൊക്കെ വിളിച്ച് നമ്മളെയൊക്കെ മാറ്റി പോകും. കേരള പോലീസ് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ചപ്പോൾ നിരവധി ആംബുലൻസുകളിൽ രോഗിയില്ല, ആരുമില്ല, ഈ മരുന്ന് കടത്തുന്ന പരിപാടിയാണ്. അതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യിച്ചു. നമ്മൾ ഫോണിലൂടെ ഫുഡ് ഓർഡർ ചെയ്താൽ ഫുഡ് കൊണ്ടുതരുന്നവരുണ്ട്. അവരെ നമ്മൾ പരിശോധിച്ചപ്പോൾ അവർ ഇത് ചെയ്യുന്നു.
അതും നമ്മൾ നിർത്തലാക്കും. ഇപ്പൊ പുതിയൊരു മാർഗം കണ്ടുപിടിച്ചിരിക്കുകയാണ്. മെഡിക്കൽ സ്റ്റോറുകളിൽ മാരകമായ അസുഖങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന മരുന്നുകൾ കുത്തിവെച്ച് ലഹരിക്ക് പകരം കുത്തിവെപ്പ് നടത്തുന്നു. ഞാൻ മെഡിക്കൽ സ്റ്റോറുകാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ മയക്കുമരുന്ന് ലോബി പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. വേറൊരു മാർഗം ഡ്രോപ്പിൻ. ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, മയക്കുമരുന്ന് കയ്യിലുള്ളതിന് എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഫോണിൽ വിളിച്ച് പറയും, ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, നീ വന്നെടുത്തോളാം. അതെല്ലാം ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്താനുള്ള നീക്കമാണ് ഞങ്ങൾ നടത്തുന്നത്. പത്തനംതിട്ട പോലീസ് 2 ആഫ്രിക്കൻ പൗരന്മാരെ പിടിച്ചു. ഒന്ന് ഡൽഹിയിൽ നിന്നും ഒന്ന് ബാംഗ്ലൂരിൽ നിന്നും. ഇങ്ങനെ എല്ലാ വിധത്തിലും കേരള പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ്. കേരള പോലീസ് അഭിമാനകരമായ നീക്കമാണ് ഈ ഓപ്പറേഷൻ തൂഫാന്റെ കാര്യത്തിൽ നടത്തുന്നത്. 10-ാം തീയതി DGP-മാരുടെ യോഗമുണ്ട്. കേരളം, കർണാടകം, തമിഴ്നാട്, പോണ്ടിച്ചേരി അതിർത്തി സംസ്ഥാനങ്ങളിലെ DGP-മാരുടെ യോഗം നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഈ 4 മുഖ്യമന്ത്രിമാർക്കും സംസ്ഥാന മുഖ്യമന്ത്രി VD സതീശൻ തന്നെ കത്ത് എഴുതി ഇതിൽ സഹകരണം തേടിയിട്ടുണ്ട്. ഞാൻ ഈ ഓരോ മുഖ്യമന്ത്രിമാരെയും അടുത്ത ആഴ്ച മുതൽ നേരിൽ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു മഹാദൗത്യമാണ്. ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിക്കുന്നതല്ല. ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ കേരളത്തിലെ ലഹരിയെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതിന് മാസങ്ങൾ വേണ്ടിവരും, വർഷങ്ങൾ വേണ്ടിവരും. അഭിവന്ദനായ പിതാവ് മുല്ലശ്ശേരി പിതാവിനോട് എൻ്റെ അഭ്യർത്ഥന, എൻ്റെ റിക്വസ്റ്റ്, അത് KCBCയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ കൂടിയാണ്. കൊല്ലം രൂപത അധ്യക്ഷൻ എന്നുള്ള നിലയിൽ തന്നെ വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ എന്ന നിലയിൽ എല്ലാ കാതലിക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കാനും മയക്കുമരുന്നിൽ കുട്ടികളെ രക്ഷിക്കാനും ഓപ്പറേഷൻ തൂഫാനോടൊപ്പം എല്ലാ വിദ്യാലയങ്ങളെയും അണിനിരത്തണമെന്ന് അദ്ദേഹത്തോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്കിതിനെ തടഞ്ഞ്, പോലീസ് മാത്രം വിചാരിച്ചാൽ തടയാൻ കഴിയില്ല. പോലീസിനോടൊപ്പം ജനങ്ങളും മുന്നോട്ട് വരണം. പോലീസിനോടൊപ്പം വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വരണം. പോലീസിനോടൊപ്പം യുവജന സംഘടനകൾ മുന്നോട്ട് വരണം. എല്ലാവരും ചേർന്നാൽ മാത്രമേ ഓപ്പറേഷൻ തുഫാൻ ഒരു വൻ വിജയമാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ തുഫാൻ വാരിയർ മോഹൻലാലാണ്. ഇപ്പം നമ്മുടെ പിതാവ് മുല്ലശ്ശേരി പിതാവും തുഫാൻ വാരിയറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം മാത്രമല്ല, ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും തുഫാൻ വാരിയറാണ് എന്ന് ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തുഫാൻ വാരിയറുടെ ലക്ഷ്യം ലഹരിക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുക. ലഹരി എവിടെങ്കിലും ഉണ്ട്, മയക്കുമരുന്ന് എവിടെങ്കിലും ഉണ്ടെന്നാൽ പോലീസിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാരോട് ലഹരി ഉപയോഗിക്കരുതെന്ന് നിർബന്ധിക്കുക. ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കുക. ജീവിതമാണ് ലഹരി, ഇത് പുകച്ചു കളയാനുള്ളതല്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പരിപാടി ആസൂത്രണം ചെയ്ത കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിനെ, സംസ്ഥാന സമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഗിൽഡിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാത്തലിക് ടീച്ചേഴ്സും മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും ഇത് നടത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഞങ്ങളെ സഹായിക്കുന്ന മുല്ലശ്ശേരി പിതാവിനോടും സ്ഥല MLA ആയ ശ്രീ വിഷ്ണുമോഹൻ, അദ്ദേഹം MLA ആയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ, കേരള നിയമസഭയിലെ ഏറ്റവും നല്ല 10 MLA-മാരെ എടുത്താൽ അത് ഒന്ന് വിഷ്ണുമോഹൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല.
അദ്ദേഹത്തിൻ്റെയും സഹായത്തോടെ ഈ പരിപാടികൾ വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.